guys, welcome back to our channel and we are watching Moonlight Diaries. അപ്പോൾ നമ്മൾ ഇന്നിതാ വീണ്ടും ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ശബ്ദം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ശബ്ദം ഭയങ്കര കുറവായിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. കാരണം ജലദോഷം ആയതുകൊണ്ട് കൂടുതലായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ മൂക്കടിയും അങ്ങനെയൊക്കെ ചെയ്യാണ്. അപ്പം ഞാൻ ഇന്ന് സ്റ്റഡി വ്ളോഗിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടത് പഠിക്കേണ്ടത് എന്നൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് മറന്നു പോയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പം അത് എഴുതി വെക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് വർക്കുകൾ ഇതേപോലെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷിൽ റിവിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദിവസവും നമുക്കിങ്ങനെ യൂണിറ്റ് ടെസ്റ്റ് പോലെയും എക്സാം പോലെയൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ പാഠം കഴിയുന്തോറും അങ്ങനെ എക്സാമും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബുക്കിൻ്റെ ഒരു പേപ്പറിൽ കുറച്ച് ഭാഗം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ അത് എഴുതിയതിന് ശേഷം നമുക്ക് സാൻസ്ക്രിറ്റ് നമ്മൾക്കൊരു പ്രൊഫൈൽ റൈറ്റിംഗ് ഉണ്ടായിരുന്നു ഹോം വർക്കായിട്ട്. അപ്പോൾ പകുതി നമുക്ക് അവിടെ നിന്ന് തന്നെ എഴുതാൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ള പകുതിയാണ് ഞാനിപ്പോൾ എഴുതുന്നത്. അപ്പോൾ സഞ്ചയൻ്റെയൊക്കെ ആയിരുന്നു എഴുതാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളത് ഫുൾ നോട്ട് കംപ്ലീഷൻ ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് കുറേ നോട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോട്ട് സബ്മിറ്റ് ചെയ്യാണ്ട് വേറെ വഴിയില്ല. കാരണം നമുക്ക് ഇൻ്റർണൽ മാർക്ക് നോട്ട് സബ്മിറ്റ് ചെയ്താലാണല്ലോ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു മെയിൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വേണ്ടാൻ വേണ്ടിക്കാണെങ്കിൽ പോലും നോട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ എൻ്റെ അങ്ങനെ കംപ്ലീറ്റ് ഒന്നും അല്ലായിരുന്നു നോട്ടുകളൊക്കെ, പലതും എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ബയോളജി ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഏകദേശം സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മാത്രമേ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ബാക്കി ഇരുന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ എല്ലാം ഒരു ഓൺ എക്സാം കഴിഞ്ഞ് നമ്മൾ പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞത് നമുക്ക് എല്ലാം നോട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കൂടി അങ്ങോട്ട് എഴുതി നമ്മൾ മടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഫിസിക്സ് നോട്ട് വെക്കാൻ പറഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പനിയായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇന്നാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസമാണ് ഞാൻ പോയി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും നോട്ട് കൊണ്ടുപോകും, പക്ഷേ അവിടെ വെക്കാനായിട്ട് മറന്നു പോവും. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നമുക്ക് സാൻസ്ക്രിറ്റ് എഴുതാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അത് എഴുതി കഴിഞ്ഞതും ഞാൻ പിന്നെ ബുക്കൊക്കെ അടച്ചു വെച്ചു. അതിന് ശേഷം ഞാൻ പിന്നെ മാത്സ് എടുത്തു എഴുതാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. പക്ഷെ നമുക്ക് ഹോം വർക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു. ബട്ട് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തില്ല. ഞങ്ങൾക്ക് പിന്നെ ഹോം വർക്ക് തരുമെങ്കിലും നമുക്ക് സ്കൂളിൽ പോയിട്ട് അത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ എഴുതിയാലും മതി, നമുക്ക് മനസ്സിലായില്ലെങ്കിൽ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചിപ്സ് ഉണ്ടായിരുന്നു, പഴം ചിപ്സ്. അപ്പം ഞാൻ പിന്നെ അത് തിന്നെയാണ്. അപ്പോൾ എനിക്ക് പഴം ചിപ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പനിയൊക്കെ വരുമ്പോൾ കൂടുതലും ഞാൻ പഴം ചിപ്സാണ് മേടിക്കാൻ പറയാറ്. പിന്നെ അതേപോലെ തന്നെ ചക്ക വറുത്തതും ഉണ്ട്. പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസ്ലൈക്ക് പോലെ കാണിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പഴം ചിപ്സ് തീർന്നു. അപ്പോൾ അതെനിക്കത്ര ഇഷ്ടമായില്ല. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. അപ്പോൾ ചക്ക വറുത്തതും എനിക്ക് മെയിനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ പഴം ചിപ്സും ചക്ക വറുത്തതുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ബേക്കറി എന്ന് പറയുന്നത്. പക്ഷെ അതിനാണെങ്കിൽ ഒടുക്കത്തെ വിലയുമാണ്, അതൊരു വേറെ കാര്യം. എങ്കിലും എനിക്കിങ്ങനെ പനിയൊക്കെ വരുമ്പോൾ അതൊക്കെ കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം എനിക്ക് പിന്നെ മാസത്തിൽ 2 തവണ പനി വരുന്നത് കൊണ്ട് അതിനൊന്നും അത്ര വലിയ ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേടിക്കുക. പക്ഷെ നമ്മുടെ ഇവിടെ ചക്ക വറുത്തത് പരുത്തിപ്പുള്ളി പോയാൽ മാത്രമാണ് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അടുത്തുള്ള കടകളിലൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അധികം കിട്ടാറില്ല, ഇടയ്ക്കൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഒരു
എന്താ പറയുക, മാത്സ് ഞാൻ എടുത്തു പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് അടച്ചു വെച്ചതാണ്, ഒന്നുമില്ലയെന്ന് കണ്ടപ്പോൾ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇംഗ്ലീഷിൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതലാണ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ടീച്ചർ എന്തൊക്കെയോ പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ റിവിഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് പുതിയ ടെക്സ്റ്റ് നമ്മുടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്, ബട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം എല്ലാം എടുത്തു കഴിഞ്ഞതുകൊണ്ട് നമുക്കിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എല്ലാം റിവിഷൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് 5 ടൈംസ് വായിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉറക്കെ വായിക്കണം, നമ്മുടെ പാരൻസൊക്കെ കേൾക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ വായിക്കുകയാണ്. അപ്പോൾ ഞാനത് വായിക്കണതിൻ്റെയൊക്കെ ഒരു ശബ്ദമൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് മ്യൂട്ട് ചെയ്തേക്കാണ്. കാരണം ഞാൻ വിചാരിച്ചു അതൊന്നും കാണിക്കണ്ടെന്ന്, എന്തിനാ അതൊക്കെ വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണതെന്ന്. അങ്ങനെ ഞാൻ പിന്നെ അത് വായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നമുക്ക് 5 തവണയൊക്കെ വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര ഒരു അത്യാവശ്യം ഒരു 2-3 പേജുള്ള പാടാണ്. അപ്പോൾ ഭയങ്കര ടൈം എടുക്കുമായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അത് വായിക്കുന്ന കുറച്ചാണ് എടുത്തിട്ടുള്ളൂ വീഡിയോ. കാരണം ഞാൻ മുഴുവൻ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും ഈ വീഡിയോ അവസാനിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചാണ് നമ്മുടെ ഈ ഒരു വീഡിയോ വായിക്കുന്നതായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ള സ്നാപ്ചാറ്റിലാണ്, അതാണ് ഇത്രയ്ക്ക് അങ്ങോട്ട് ഫിൽറ്ററൊക്കെ ഉള്ളത്. കുറച്ചൊക്കെ ഒന്നും കൂടെ വെളുപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓണപ്പരീക്ഷയ്ക്കൊക്കെ ശേഷം മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇത്രയും ദിവസം ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മെല്ലെ മെല്ലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനിയും നമ്മളിടുന്ന വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.